ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ 4 ചെറുപഴം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു പഴവും പാലും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറുക്കി വരുന്ന സമയത്ത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ഒരല്പം ഏലക്കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നിങ്ങൾക്കൊരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട്കട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിൽ നമുക്ക് ഒരുപാട് എഫക്ട്സും ക്ലാസിക് ഫിൽറ്റേഴ്സൊക്കെ അവൈലബിൾ ആണ്. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിൽ നമുക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മ്യൂസിക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വീതം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിലാണ് മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് 1.5 തവി മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് അത്യാവശ്യം വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരല്പം നെയ്യ് തൂവി കൊടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡൊന്ന് ഓരോ മിനിറ്റ് വീതം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഓരോന്നായിട്ടൊക്കെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്